നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിലൊരു കണ്ണാടിയുണ്ട്. അതൊരു സാധാരണ കണ്ണാടിയല്ല കേട്ടോ, വളരെ പ്രത്യേകതകളുള്ള ഒരു മാന്ത്രിക കണ്ണാടിയാണ്. മാന്ത്രിക കണ്ണാടിയോ? അതായത് നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്ന പോലത്തെ ഒന്നാണോ? അതെ അതെ, അങ്ങനെ തോന്നുന്നു തന്നെ. നിങ്ങൾ ആ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ നിങ്ങളുടെ കുറവുകളോ പോരായ്മകളോ ഒന്നും കാണാൻ കഴിയില്ല. പകരം നിങ്ങൾ എത്രമാത്രം മികച്ചയാളാണെന്നും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ എത്ര ശരിയാണെന്നും മാത്രം അത് കാണിച്ചു തരും. ഓ, അങ്ങനെയാണെങ്കിൽ അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കുമല്ലോ. നമ്മുടെ തെറ്റുകളെയൊക്കെ അത് ന്യായീകരിക്കുമല്ലോ. തീർച്ചയായും തുടക്കത്തിലത് വലിയ രസമായിരിക്കും. പക്ഷേ ആ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മാറി നമ്മൾ പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോഴോ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തവും ചിലപ്പോൾ വളരെ കഠിനവുമായിരിക്കും. ശരിയാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കൃത്യം. നമ്മളിന്ന് ഈ വിശദമായ വിശകലനത്തിൽ സംസാരിക്കാൻ പോകുന്നതും ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. സ്പിരിച്വൽ ഡെല്യൂഷൻ ആൻഡ് ദി ആർക്കിടെക്ചർ ഓഫ് ബയാസ് എന്ന കൗതുകകരമായ ഒരു ലേഖനത്തിലെ ആശയങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതായത് ആധുനിക മനഃശാസ്ത്രത്തിൽ നാം കൺഫർമേഷൻ ബയസ് അഥവാ സ്ഥിരീകരണ പക്ഷപാതം എന്ന് വിളിക്കുന്ന ആശയത്തെ പുരാതന ആത്മീയ ഗ്രന്ഥങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണല്ലോ നമ്മൾ ഈ വിശകലനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതെ, ഈ ലേഖനത്തിന്റെ തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആർക്കിടെക്ചർ ഓഫ് ബയാസ് അഥവാ പക്ഷപാതത്തിന്റെ വാസ്തുവിദ്യ എന്നാണിതിൽ പറയുന്നത്. ഈ വാസ്തുവിദ്യ എന്ന വാക്ക് ശരിക്കും എന്നെ ചിന്തിപ്പിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അതായത് പക്ഷപാതം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമല്ലേ? അതിനെന്തിനാണോ ഒരു വാസ്തുവിദ്യ അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നത്? ഒരു കെട്ടിടം പണിയുന്നതുമായി ഇതിനെന്താണ് ബന്ധം? അവിടെയാണ് ഈ ആശയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാസ്തുവിദ്യ എന്ന പ്രയോഗം വളരെ ബോധപൂർവമുള്ളതാണ്. നിങ്ങളൊരു വലിയ കോട്ട പണിയുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതൊരിക്കലും ഒറ്റയടിക്കുണ്ടാകുന്നതല്ലല്ലോ. അതിനൊരു പ്ലാൻ ഉണ്ടാകും, ശക്തമായ അടിസ്ഥാനമുണ്ടാകും, പിന്നെ ഓരോ ഇഷ്ടികകളായി നമ്മൾ പടുത്തുയർത്തും. അതുപോലെ തന്നെയാണ് കൺഫർമേഷൻ ബയാസ് എന്നതും. അതായത് ഇതൊരു ഒറ്റപ്പെട്ട ചിന്തയല്ല, മറിച്ച് നമ്മൾ തന്നെ പടുത്തുയർത്തുന്ന ഒരു നിർമ്മിതിയാണെന്ന്. അതെ, ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണയല്ല ഇത്. മനുഷ്യന്റെ തലച്ചോറ് എപ്പോഴും ഊർജം ലാഭിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണല്ലോ. പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്താനും തലച്ചോറിന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തലച്ചോറ് എളുപ്പവഴി നോക്കും, അല്ലേ? തീർച്ചയായും. മനഃശാസ്ത്രത്തിൽ ഇതിനെ കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയും. കാലാകാലങ്ങളായി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന വാർത്തകൾ ഒക്കെ നമ്മൾ ഓരോ ഇഷ്ടികകളായി എടുത്തുവയ്ക്കും. ആഹാ, എന്നിട്ട് നമ്മെ ചോദ്യം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ആ കോട്ടയ്ക്ക് പുറത്തു നിർത്തും. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ പക്ഷപാതത്തിന്റെ ഒരു കോട്ട പണിയുകയും അതിനുള്ളിൽ സ്വയം സുരക്ഷിതരാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു വാസ്തുവിദ്യയാണെന്ന് ലേഖനം പറയുന്നത്. മനസ്സിലായി. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. കൺഫർമേഷൻ ബയസ് എന്ന ഈ മനഃശാസ്ത്രപരമായ അവസ്ഥയെ എന്തിനാണിതിൽ സ്പിരിച്വൽ ഡെല്യൂഷൻ അല്ലെങ്കിൽ ആത്മീയ വ്യാമോഹം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? വ്യാമോഹം എന്ന വാക്ക് കുറച്ച് കടുത്തതല്ലേ? അതൊരു നല്ല ചോദ്യമാണ്. വ്യാമോഹം അല്ലെങ്കിൽ ഡെലൂഷൻ എന്ന വാക്ക് അവിടെ വളരെ കൃത്യമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യാമോഹം എന്നാൽ എന്താണ്? ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയാണല്ലോ. അതെ, നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുമ്പോഴും നമ്മൾ സത്യം കാണാത്ത അവസ്ഥ. അതെ അതെ, ഈ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയാണെന്നാണ്. നമ്മുടെ തീരുമാനങ്ങളെല്ലാം 100% യുക്തിസഹമാണെന്നും നമ്മൾ കരുതും. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ ആ കോട്ടയ്ക്കുള്ളിൽ ബന്ധിതരായിരിക്കും, അല്ലേ? അതാണ് കാര്യം. നമ്മുടെ യാഥാർത്ഥ്യബോധം അവിടെ നഷ്ടപ്പെടുകയാണ്. സത്യം അന്വേഷിക്കുന്നതിനു പകരം സ്വന്തം മുൻവിധികളെ ന്യായീകരിക്കാൻ മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ ആന്തരികമായ വളർച്ചയെ തന്നെ ഇല്ലാതാക്കും. ശരിക്കും ഇതൊരു വെറും മാനസിക പ്രശ്നം മാത്രമല്ല, വലിയൊരു ആത്മീയ വ്യാമോഹം തന്നെയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാകുന്നത്. ഈ ഘടന പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ലേഖനം ഒരു പ്രത്യേക ഉദാഹരണം നൽകുന്നുണ്ട്. ആ ഖുറാൻ വചനത്തിന്റെ കാര്യമാണോ പറയുന്നത്? അതെ, ഖുറാനിലെ സൂറ ഫുസ്സിലത്ത് 41-ാമത്തെ അധ്യായം 25-ാമത്തെ വചനമാണ് ഇതിനായി ഉദ്ധരിച്ചിരിക്കുന്നത്. ആ വരികളൊന്ന് പരിശോധിക്കാം. അവർക്ക് നാം ചില കൂട്ടാളികളെ ഏർപ്പെടുത്തിക്കൊടുത്തു,
എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഭംഗിയായി തോന്നിച്ചുവെന്ന്. അതെ, വി അസൈൻ ടു ദം കമ്പാനിയൻസ് ഹു മെയ്ഡ് ദെയർ ഡൂയിങ്സ് അപ്പിയർ ഫെയർ ടു ദം. ഈ വരികളുടെ അർത്ഥം വളരെ ആഴത്തിലുള്ളതാണ്. ഈ വരികൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഇന്നത്തെ കാലത്തെ മനുഷ്യന്റെ മനസ്സിനെ കൃത്യമായി വായിക്കുന്ന ഒന്നാണെന്നാണ്. ഇവിടെ ഈ കൂട്ടാളികളെന്ന് പറയുന്നത് ആരാണ്? വെറും സുഹൃത്തുക്കളാണോ? അല്ല, വെറും സുഹൃത്തുക്കൾ മാത്രമല്ല. നമ്മുടെ തെറ്റായ ചിന്തകളെയും പ്രവൃത്തികളെയും ശരിയാണെന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ ആശയങ്ങളോ ഒക്കെയാകാം ഈ കൂട്ടാളികൾ. അതായത് നമ്മളൊരു അബദ്ധം കാണിക്കുമ്പോൾ അതെ, നീ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന് നമ്മുടെ ചെവിയിൽ പറയുന്ന ആൾക്കാർ. ഇതാണ് കൺഫർമേഷൻ ബയസിന്റെ ഏറ്റവും കൃത്യമായ നിർവചനം, അല്ലേ? നമ്മൾ ചെയ്യുന്നതെന്തും നമുക്ക് ഭംഗിയായി തോന്നുക, നമ്മുടെ വലിയ തെറ്റുകൾ പോലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക. തീർച്ചയായും. എനിക്കിത് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങളെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒരു പ്രത്യേകതരം വീഡിയോകൾ മാത്രം കണ്ടാൽ പിന്നെ അത് മാത്രമേ അൽഗോരിതം കാണിച്ചു തരൂ. അതൊരു വലിയ എക്കോ ചേംബർ തന്നെയാണല്ലോ. അതെ, നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മോട് പറയുകയും നമ്മുടെ പ്രവൃത്തികൾ ശരിയാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സിസ്റ്റം. ലേഖനം ചൂണ്ടിക്കാണിക്കുന്ന ആ കൂട്ടാളികൾ ഇന്നത്തെ കാലത്തെ ഈ അൽഗോരിതങ്ങൾ കൂടിയല്ല. അൽഗോരിതങ്ങൾ മികച്ചൊരു ഉദാഹരണമാണ്. നിങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രീയ ചിന്താഗതിയോ ലോകവീക്ഷണമോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡ് മുഴുവൻ അതിനെ ശരിവയ്ക്കുന്ന വാർത്തകൾ കൊണ്ട് നിറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ലോകം മുഴുവൻ ചിന്തിക്കുന്നത് നമ്മളെപ്പോലെ തന്നെയാണെന്ന്. അതെ, ആ എക്കോ ചേംബറുകൾ നിങ്ങളുടെ ചിന്തകളെ ഭംഗിയുള്ളതായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. എന്നാൽ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഈ അൽഗോരിതങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണ്? അൽഗോരിതങ്ങൾ തന്നെയല്ലേ നമ്മളെ ഇതിൽ തളച്ചിടുന്നത്? അല്ല, അതിലും വലിയ അപകടം നമ്മൾ സ്വയം തെരഞ്ഞെടുക്കുന്ന നമ്മുടെ സുഹൃദ്വലയങ്ങളാണ്. അതാണ് യഥാർത്ഥ കൂട്ടാളികൾ. നമ്മോട് വിയോജിക്കുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്യാറില്ലേ? അത് ശരിയാണ്. നമ്മളെ ചോദ്യം ചെയ്യുന്നവരെ നമ്മൾ ശത്രുക്കളായി കാണും. പകരം നമ്മൾ എന്തബദ്ധം പറഞ്ഞാലും കൈയടിക്കുന്നവരെ നമ്മൾ ഒപ്പം നിർത്തും. നമ്മൾ സ്വയം നിർമ്മിക്കുന്ന അൽഗോരിതങ്ങളാണത്. ആരും നമ്മളെ ചോദ്യം ചെയ്യുന്നില്ല എന്ന ഈ സുരക്ഷിതത്വം മനുഷ്യന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഓ, അതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മൾ തന്നെയാണ് ആ കൂട്ടാളികളെ തിരഞ്ഞെടുക്കുന്നത്. ശരി, അങ്ങനെ ഈ കൂട്ടാളികൾ നമ്മളെ പൂർണ്ണമായും ഒരു എക്കോ ചേംബറിൽ അടച്ചുപൂട്ടുമ്പോൾ പിന്നീടെന്ത് സംഭവിക്കും? ഇതിനുള്ള ഉത്തരം സ്രോതസ്സിലെ വരികളുടെ അടുത്ത ഭാഗത്തുണ്ട്. എന്താണത്? അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള മനുഷ്യരുടെയും ജിന്നുകളുടെയും സമുദായങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ച അതേ ശിക്ഷാവിധി ഇവർക്കും സ്ഥിരപ്പെടാൻ അത് കാരണമായി എന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഇതൊരു പുതിയ പ്രതിഭാസമല്ല, അല്ലേ? അതെ, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിന്റെ മാത്രം കുഴപ്പമല്ല ഇത് എന്നു ചുരുക്കം. കൃത്യമായി പറഞ്ഞാൽ അതൊരു ചരിത്രപരമായ ആവർത്തനമാണ്. സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കുന്ന ഈ പ്രവണത ഇന്നത്തെ തലമുറയുടെ മാത്രം പ്രശ്നമല്ല എന്ന് ഈ വരികൾ അടിവരയിടുന്നു. ഇതിനു മുൻപുള്ള സമുദായങ്ങളും ഈ വ്യാമോഹത്തിൽ കുടുങ്ങിയിരുന്നു എന്നതിൽ നിന്ന് വ്യക്തമാണല്ലോ. തീർച്ചയായും. ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ അവരുടെ വിശ്വാസങ്ങളെ അന്ധമായി ന്യായീകരിക്കുകയും മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ സ്വയം നശിച്ചിട്ടുമുണ്ട്. ഭരണാധികാരികൾക്ക് ചുറ്റും നിന്ന് സ്തുതിപാഠകർ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ചത് കാരണം പല വലിയ സാമ്രാജ്യങ്ങളും തകർന്നു വീണിട്ടുണ്ടല്ലോ. അതെ, അതുകൊണ്ടാണ് മനുഷ്യരുടെയും ജിന്നുകളുടെയും സമുദായങ്ങളെന്ന് എടുത്തു പറയുന്നത്. അപ്പോൾ ഈ സ്ഥിരീകരണ പക്ഷപാതമെന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിനോ ദേശത്തിനോ മാത്രം ബാധകമായ ഒന്നല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തിൽ തന്നെ അന്തർലീനമായൊരു പിഴവാണെന്നാണോ അർത്ഥമാക്കുന്നത്? ഒരു തരം സോഫ്റ്റ്വെയർ ബഗ് പോലെ. തന്നെയാണ്. ചിന്തിക്കാൻ ശേഷിയുള്ള ഏതൊരു ജീവിക്കും സ്വാഭാവികമായും സംഭവിക്കാവുന്ന ഒരു വീഴ്ച. പുതിയ വിവരങ്ങൾ സ്വീകരിക്കാനും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനും നമ്മൾ എപ്പോഴും ബോധപൂർവം തയ്യാറാവണം, അല്ലേ? അതെ, അല്ലാത്ത പക്ഷം ഈ ആത്മീയ വ്യാമോഹം നമ്മെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തും. മുൻകാല സമുദായങ്ങൾ ഈ കോട്ടയ്ക്കുള്ളിൽ സ്വയം അടച്ചുപൂട്ടി പുറത്തുനിന്നുള്ള യാഥാർത്ഥ്യങ്ങളെ കാണാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് അവർ ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതായത്. അതായത് നമ്മുടെ തെറ്റുകൾ തിരുത്താൻ ആരുമില്ലാത്ത ഈ എക്കോ ചേംബറുകളിൽ കുടുങ്ങിയാൽ ആത്യന്തികമായി എന്താണ് സംഭവിക്കുക? ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്ന അന്തിമഫലത്തെക്കുറിച്ചാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. സ്രോതസ് അതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായും അവർ നഷ്ടക്കാരായി എന്ന് ഇതിൽ വളരെ ശക്തമായി പറയുന്നുണ്ട്.
വെറുതെ അവർക്ക് തെറ്റുപറ്റി എന്നല്ല, അവർ നഷ്ടക്കാരായി എന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. വല്ലാത്തൊരു ഭാരം തോന്നുന്ന വരികളാണത്. അതെ, അവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല. സത്യമെന്നത് എപ്പോഴും മൃദുവായിരിക്കില്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ തെറ്റുകളെ ശരിയാണെന്ന് തോന്നിക്കുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ ആ നിമിഷത്തിൽ നിങ്ങൾക്ക് ആശ്വാസം തോന്നിയേക്കാം. നമ്മുടെ ഈഗോ എപ്പോഴും തൃപ്തിപ്പെടുത്തപ്പെട്ടേക്കാം. എന്നാൽ ആത്യന്തികമായി യാഥാർത്ഥ്യം നിങ്ങളെ തേടിയെത്തുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ തീർത്തും ഒരു നഷ്ടക്കാരനായി മാറും എന്നാണ് ഈ വരികളുടെ കാഠിന്യം നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണവർ അങ്ങനെ പൂർണ്ണമായും പരാജയപ്പെടുന്നത്? ആ കോട്ട അത്രത്തോളം ദുർബലമാണോ? തീർച്ചയായും. കാരണം സത്യത്തെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനുള്ള യാതൊരു പരിശീലനവും നിങ്ങൾക്ക് ആ എക്കോ ചേംബറിനുള്ളിൽ ലഭിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാനുള്ള കഴിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ യാഥാർത്ഥ്യത്തിന്റെ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ തന്നെ ഈ പക്ഷപാതത്തിന്റെ കോട്ട ചീറ്റുകൊട്ടാരം പോലെ തകർന്നു വീഴും. അതെ. അതുകൊണ്ടാണ് യഥാർത്ഥ ലോകത്ത് അവർ അന്തിമമായി പരാജയപ്പെടുന്നത്. ഇവിടെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കൗതുകം ഇതൊരു മതപരമായ കാഴ്ചപ്പാടിലൂടെ മാത്രം കാണേണ്ട ഒന്നല്ല എന്നതാണ്. ഏതു വിശ്വാസമുള്ളയാൾക്കും അല്ലെങ്കിൽ ഒരു വിശ്വാസവുമില്ലാത്തയാൾക്കും ഒരുപോലെ ബാധകമായ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണത്. 100% ശരിയാണ്. നമ്മളിവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവശാസ്ത്രത്തെയോ മതത്തെയോ അല്ല വിലയിരുത്തുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. അതെ, ആ ഉറവിടങ്ങളിലെ ആശയങ്ങൾ പഠനവിധേയമാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ, ആധുനിക ന്യൂറോ സയൻസും മനഃശാസ്ത്രവും പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഗ്നിറ്റീവ് ഡിസോണൻസ് പോലെയുള്ള സങ്കീർണമായ വിഷയങ്ങളെ പുരാതന ആത്മീയ ഗ്രന്ഥങ്ങൾ എത്ര സൂക്ഷ്മമായാണ് നിരീക്ഷിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലെ അത്ഭുതം. ഇതൊരു സാർവത്രികമായ മനുഷ്യാവസ്ഥയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. സ്പിരിച്വൽ ഡെല്യൂഷൻ ആൻഡ് ദി ആർക്കിടെക്ചർ ഓഫ് ബയസ് എന്ന ആശയത്തിലൂടെ കൺഫർമേഷൻ ബയസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളിന്ന് വിശദമായി മനസ്സിലാക്കി. അതെ, പക്ഷപാതം എന്നത് നാം തന്നെ ഓരോ ഇഷ്ടികകളായി കെട്ടിപ്പടുക്കുന്ന ഒരു വാസ്തുവിദ്യയാണെന്ന് നമ്മൾ കണ്ടു. കൂടാതെ നമ്മെ പിന്തുണയ്ക്കുന്ന, നമ്മുടെ തെറ്റുകളെ ഭംഗിയായി കാണിക്കുന്ന കൂട്ടാളികൾ നമ്മെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റി വലിയൊരു വ്യാമോഹത്തിലേക്ക് നയിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി. സ്വയം ചിന്തകളെ ചോദ്യം ചെയ്യാത്തവർ ആത്യന്തികമായി നഷ്ടക്കാരായി മാറുമെന്ന വലിയ പാഠവും ചരിത്രം നമുക്ക് നൽകുന്നുണ്ട്. ശരിയാണ്. ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ തുടക്കത്തിലെ ആ മാന്ത്രിക കണ്ണാടിയുടെ ഉദാഹരണം നിങ്ങൾ ഓർക്കുന്നില്ലേ? അതൊരു മികച്ച ഉദാഹരണമായിരുന്നു. അതുപോലെ സ്വന്തം പ്രവൃത്തികളെയും തെറ്റുകളെയും ന്യായീകരിക്കാൻ സഹായിക്കുന്ന കൂട്ടാളികൾ നിങ്ങളുടെ ജീവിതത്തിലുമുണ്ടോ? നിങ്ങളുടെ ഇൻഫർമേഷൻ സോഴ്സുകൾ, അത് സുഹൃത്തുക്കളാകാം, വാർത്താ ചാനലുകളാകാം, അവ നിങ്ങളുടെ ചിന്തകളെ വെല്ലുവിളിക്കുന്നവയാണോ? അതോ നിങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം കേൾപ്പിക്കുന്നവയാണോ എന്ന് ചിന്തിക്കണം. അതെ, നിങ്ങളുടെ മികച്ച പ്രതിച്ഛായ മാത്രം കാണിക്കുന്ന ആ മാന്ത്രിക കണ്ണാടികളാണോ അവ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ കണ്ണാടി ഉടച്ചുകളയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആഴത്തിലുള്ള ഈ വിശകലനത്തിൽ ഒപ്പം കൂടിയതിന് നന്ദി. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.